സയൻസ് ഡ്രോപ്സിലേക്ക് സ്വാഗതം. നമസ്കാരം. സയൻസ് ഡ്രോപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോക്ടർ രോഗികളെ പരിശോധിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന ഉപകരണം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. നമ്മുടെ ഹൃദയത്തിൻ്റെ ചലനങ്ങളെ അഥവാ ഹൃദയ മിടിപ്പിനെ അറിയാനുള്ള ഉപകരണമാണ് ഇത്. സ്റ്റെതസ്കോപ്പ് എന്നാണ് ഈ ഉപകരണത്തിൻ്റെ പേര്. ഇത് ആദ്യമായി നിർമ്മിച്ചത് റെനെ ലെനക് എന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം നിർമ്മിച്ച സ്റ്റെതസ്കോപ്പിൻ്റെ രൂപം ഇന്നത്തേതിൽ നിന്ന് എത്ര വ്യത്യസ്തമാണെന്ന് നോക്കൂ. ഹൃദയം മിടിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കേണ്ടേ? ഇതാ ഒരു സ്റ്റെതസ്കോപ്പ് നിർമ്മിക്കാം. നിർമ്മാണത്തിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കൂ. പ്ലാസ്റ്റിക് പൈപ്പ്, മേസൺ പൈപ്പ് എന്നും പറയാറുണ്ട്. പ്ലാസ്റ്റിക് ഫണൽ, വൈ ട്യൂബ്, ബലൂൺ, ഇൻസുലേഷൻ ടാപ്പ്, കത്രിക അല്ലെങ്കിൽ കത്തി, ഇവയാണ് വേണ്ടത്. എളുപ്പത്തിൽ വളയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള മേസൺ പൈപ്പാണ് ഉപയോഗിക്കേണ്ടത്. ഈ പൈപ്പിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കഷ്ണം മുറിച്ചെടുക്കൂ. ഇതേ വലിപ്പത്തിൽ മറ്റൊരു കഷ്ണം കൂടി മുറിച്ചെടുക്കണം. ഇപ്പോൾ ഒരേ വലിപ്പത്തിലുള്ള 2 കഷ്ണങ്ങൾ തയ്യാറായി. ഇനി നമുക്ക് 40 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കഷ്ണമാണ് വേണ്ടത്. 1 മീറ്റർ നീളമുള്ള പൈപ്പിൽ നിന്നും നമുക്കാവശ്യമായ 3 കഷ്ണങ്ങളും മുറിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ പൈപ്പിൻ്റെ 3 കഷ്ണങ്ങളും തയ്യാറാക്കി കഴിഞ്ഞു. നിർമ്മാണത്തിനായി ഏതെല്ലാം വസ്തുക്കളാണ് തയ്യാറാക്കി വെച്ചത്? മേസൺ പൈപ്പ്, വൈ ട്യൂബ്, ബലൂൺ, ഫണൽ, ഇൻസുലേഷൻ ടാപ്പ്, കത്രിക അല്ലെങ്കിൽ കത്തി. ആവശ്യമായ ഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിക്കാം. ഇതിനുള്ള ഫണൽ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൻ്റെ കുഴൽ ഭാഗം ഒരേ വണ്ണത്തിലുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണം. നിർമ്മാണം ആരംഭിക്കാം. ആദ്യം 40 സെൻറ്റിമീറ്റർ നീളമുള്ള പൈപ്പിൽ ഫണൽ ഉറപ്പിക്കാം. വായു കയറാത്ത വിധം നന്നായി ഉറപ്പിക്കണം. ഇതാണ് വൈ ട്യൂബ്. ഇത് തിരഞ്ഞെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ദ്വാരങ്ങൾ അടഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ഫണൽ പിടിപ്പിച്ച കുഴലിൻ്റെ മറ്റേ അറ്റം വൈ ട്യൂബിൽ പിടിപ്പിക്കേണ്ടതാണ്. വൈ ട്യൂബിൻ്റെ താഴേക്ക് നിൽക്കുന്ന ഭാഗത്താണ് ഇത് ഘടിപ്പിച്ചത്. വൈ ട്യൂബ് പരമാവധി പ്ലാസ്റ്റിക് പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കാൻ ശ്രദ്ധിക്കണം. തുടർന്ന് പ്ലാസ്റ്റിക് പൈപ്പിൻ്റെ 2 അഗ്രങ്ങളും വൈ ട്യൂബിൻ്റെ 2 അഗ്രങ്ങളിലായി ഉറപ്പിക്കൂ. ഉള്ളിലേക്ക് വായു കയറാത്ത വിധത്തിൽ തന്നെ ഉറപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ സ്റ്റെതസ്കോപ്പിലെ പൈപ്പുകളുടെ ഘടിപ്പിക്കൽ അവസാനിച്ചു. വൈ ട്യൂബും പ്ലാസ്റ്റിക് കുഴലും തമ്മിൽ ബന്ധിപ്പിച്ച ഭാഗങ്ങൾ ഇൻസുലേഷൻ ടാപ്പ് കൊണ്ട് മുറുക്കി ചുറ്റേണ്ടതാണ്.
ഇതുപോലെ തന്നെ ഫണലും പൈപ്പും തമ്മിൽ ഘടിപ്പിച്ച ഭാഗവും ഇൻസുലേഷൻ ടാപ്പ് കൊണ്ട് ചുറ്റേണ്ടതാണ്. യോജിപ്പിച്ച ഭാഗങ്ങളിലൂടെ വായു അല്പം പോലും ഉള്ളിൽ കയറാതിരിക്കാനാണ് ഇപ്രകാരം ചെയ്യുന്നത്. ഫണലിൻ്റെ വായ്ഭാഗത്ത് ഒരു ബലൂൺ പിടിപ്പിക്കലാണ് അടുത്തതായി ചെയ്യേണ്ടത്. 2 രൂപയോളം വിലയുള്ള അല്പം കട്ടിയുള്ള ബലൂൺ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ബലൂണിൻ്റെ കുഴൽ പോലെ കാണുന്ന ഭാഗത്തിന് അല്പം താഴെയായി മുറിച്ചു മാറ്റണം. ബലൂണിൻ്റെ കുഴൽ പോലെയുള്ള ഭാഗം മുറിച്ചു കളഞ്ഞല്ലോ. ബാക്കി വരുന്ന ഭാഗം ബലൂണിൻ്റെ വായ് ഭാഗത്ത് നന്നായി വലിച്ച് കെട്ടേണ്ടതാണ്. ചെവിക്കുള്ളിൽ വയ്ക്കുന്ന ഈ അഗ്രഭാഗങ്ങളിൽ ചിലർ മുത്തുകൾ വയ്ക്കാറുണ്ട്. അപകട സാധ്യതയുള്ളതിനാൽ ഇവിടെ മുത്തുകൾ വയ്ക്കുന്നത് ഗുണകരമല്ല. ചെവിക്കുള്ളിലേക്ക് വയ്ക്കുന്ന ഭാഗങ്ങൾ ചെത്തി നിരപ്പാക്കേണ്ടതാണ്. കൂർത്ത ഭാഗങ്ങൾ ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ സ്റ്റെതസ്കോപ്പ് തയ്യാറായി കഴിഞ്ഞു. സ്റ്റെതസ്കോപ്പിൻ്റെ 2 കുഴലുകളും ചെവിക്കുള്ളിൽ വയ്ക്കൂ. ഇനി ബലൂൺ പിടിപ്പിച്ച ഫണൽ നെഞ്ചിൽ അമർത്തി വെച്ച് ശ്രദ്ധിക്കൂ. ഹൃദയമിടിപ്പ് നിങ്ങൾക്ക് വ്യക്തമായി കേൾക്കാൻ സാധിക്കും. സ്റ്റെതസ്കോപ്പ് എങ്ങനെയാണ് നിർമ്മിക്കേണ്ടതെന്ന് വ്യക്തമായല്ലോ. പലതരത്തിലുള്ള ശാസ്ത്ര ഉപകരണങ്ങളും എപ്രകാരമാണ് വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ സാധിക്കുന്നതെന്ന് ഈ ചാനൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.